ആ ശരി. രോഹൻ, എന്താ ഋതിക? രോഹൻ എന്തിനാ ക്യാപ്പച്ചിനോ ഓർഡർ ചെയ്തേ? എനിക്കതാ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തു. പക്ഷേ എനിക്ക് ക്യാപ്പച്ചിനോ ഇഷ്ടമല്ല. കമോൺ ഋതിക, ഒരു ചായ കുടിച്ചാ എന്താ സംഭവിക്ക? വെറുതെ ഒന്ന് വാ നനപ്പിക്കാം. ഋതിക ക്യാപ്ചീനോ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, തനിക്കത് ഇഷ്ടാവും. എനിക്കിഷ്ടമല്ലാത്തത് എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കരുത് രോഹൻ, പ്ലീസ്. ആദ്യം ക്യാപ്ചീനോ ഒന്ന് വരട്ടടോ. വന്നു കഴിയുമ്പോ താനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, എന്നിട്ട് തീരുമാനിക്കുക കുടിക്കണോ വേണ്ടയോ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെയൊക്കെ ഉള്ളില് വലിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു കംഫർട്ട് സോൺ പിടിച്ച് നമ്മളങ്ങ് ജീവിക്കാൻ ശ്രമിക്കും. ശരിക്കും അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം മൈൻഡ് സെറ്റിന്റെ പ്രശ്നങ്ങളാണെന്ന് എനിക്കറിയാം. എടോ, ഈ ഇഷ്ടങ്ങളൊക്കെ മാറി മാറി വരുവോ. കംഫർട്ട് സോണിൽ നിന്ന് താനൊന്ന് പുറത്തു വരാൻ ധൈര്യം കാണിച്ചാ മതി. മനസ്സിലായില്ല. ആ പറഞ്ഞുതരാം. കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, തനിക്കൊരാളെ ഇഷ്ടമാണ്, പക്ഷെ അയാൾക്ക് തന്നെ വേണ്ട. താൻ അയാളെ തന്നെ വേണോന്ന് വാശി പിടിച്ച് തപസ് ചെയ്തിരുന്നിട്ട് ഒരു കാര്യമില്ല. തനിക്കൊരവസരം ഉണ്ടാകുമ്പോ താൻ തന്നെ പ്രണയിക്കുന്ന, തന്നെ ആരാധിക്കുന്ന പുതിയ പ്രപ്പോസലുമായിട്ട് വരുന്ന ആളെ സ്വീകരിക്കണം. അപ്പൊ ഇതാണല്ലേ ഞാൻ അയച്ച മെസ്സേജിനുള്ള മറുപടി? താങ്ക് യു. വെൽക്കം സർ. ഋതിക, ഈ സിറ്റിയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റിയും എമ്മിയുമാണിത്. ഋതിക കുടിച്ചു നോക്ക്. ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ ഋതിക? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. പ്ലീസ് ഡോ. ഇത്രയേ ഉള്ളൂ. തനിക്കിത് ഇഷ്ടാവും. എന്നെയും തനിക്ക് ഇഷ്ടാവും. അയ്യോ, ഇപ്പോ മാഡത്തിന്റെ പേടിയൊക്കെ മാറിയോ? ഞാനെന്തിനാ പേടിക്കുന്നത്? എന്റെ കൂടെ എന്റെ രാജു ഇല്ലേ? അതാണ്. മാഡം ഇനി ആ ചായ എടുത്തും കുടിച്ച്. Cheers. Cheers.
ഹലോ. ആ നീ എവിടെയുണ്ട്? ഞാൻ പുറത്താടാ. ആ ഞാൻ നിന്നെ വിളിച്ചതേ എനിക്ക് കുറച്ച് ഐറ്റം വേണം. എത്ര വേണം? കുറച്ച് ബൾക്കായിട്ട് തന്നെ വേണം. എന്തിനാളിയാ, കച്ചവടം അടിക്കാനാണോ? ഏയ് അല്ലടാ, ഇതുകൊണ്ട് ചെറിയൊരു പണിയുണ്ട്. പണിയോ? എന്തു പണി? ആ അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ കളിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞ ദിവക്കെ. കാര്യം എന്താന്ന് പറയാതെ ഒരു തരി പോലും നിനക്ക് ഞാൻ തരില്ല. ഹ, എടാ ഞാൻ പറയാന്ന്. ആ എന്നാ നീ പറ. എടാ ഒരുത്തിനെ പൂട്ടാൻ വേണ്ടിയാ. കൂട്ടാനോ? നീ കാര്യം തെളിച്ചു പറ ദീപക്കെ. എടാ ഋതികയെ കെട്ടണമെന്നും പറഞ്ഞ് ഒരു തവണ പുറകെ ഉണ്ട്. അവളാണെങ്കിൽ അവനോട് നോ പറഞ്ഞിട്ടുമില്ല. ആ നോ പറയാതിരിക്കുന്നത് ഒരു യെസ്സിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് അവനെ പൂട്ടിയിരിക്കണം.